ഹലോ ഗൈസ്, നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഞാനങ്ങ് കറിവേപ്പില ഇടക്കം, പിന്നെ കൊച്ചു ജീരകവും വലിയ ജീരകവും പൊടിച്ചതിടക്കം, പിന്നീട് ഇച്ചിരി കടുക് വറുത്ത് പൊടിച്ചതിടക്കം, പിന്നീട് ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചതിടക്കം, ഇതെല്ലാം ഇടിയില്ല. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചതാണ്. ആഹാ, അയ്യോ അയ്യോ അയ്യോ, എൻ്റെ കൈ ഇറങ്ങിയിട്ട് വരുന്നില്ല ഗൈസ്, കൈയെല്ലാം മഞ്ഞയായി. ഇന്നെല്ലാം കൈ അളവിന് മുളക് പൊടി. എൻ്റെ കൈക്ക് ഇതിപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട്, ഇച്ചിരി കട്ടി വേണം. വേണ്ട, നിരത്തി വെച്ചേക്കുന്നുണ്ട. എൻ്റെ പട്ടയ്ക്കകത്ത് കൈയിട്ട് വരും. ഇത് പുളിവെള്ളം ഉപ്പുവെള്ളമാണ്. ഓക്കെ ഗായ്സ്, ഇതാണ് നമുക്ക് ഇന്നുള്ള ഇൻഗ്രീഡിയൻസ്. ഇതെന്ന് വെച്ചാൽ പുളിവെള്ളം, ഉപ്പ് വെള്ളം, ഇച്ചിരി സാദാ വെള്ളം വെച്ചിട്ട് നമ്മൾ കൈ വെച്ച് കുഴയ്ക്കും. എങ്കിലേ കൊള്ളാവും. പിടിക്കണോ മതി, നല്ലതാണ്. സെറ്റ്. ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ഗൈസ്. എയർ ഫ്രയർ. നല്ല ക്യൂട്ട്നെസ് കണ്ട് മേടിച്ചത്. നല്ല വേറെ കമ്പനീസിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്ന് പറയുന്ന പോലെ എനിക്കൊരു ഭയങ്കര ക്യൂട്ട്നെസ് തോന്നിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതങ്ങ് മേടിച്ച് ഗൈസ്. അപ്പം നമ്മൾ കറിയിൽ ഈ പുളിയും ഉപ്പും ചേർന്ന വെള്ളം മൊത്തം അങ്ങ് ഒഴിക്കട്ടെ ഗൈസ്. ഒഴിച്ച് ഇതിനി തിളച്ച് വറ്റാറാകുമ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. നല്ല നല്ല മീനാണ്, ഫ്രഷ്. അപ്പോൾ ഗൈസ്, ഞാൻ തീയൊക്കെ സെറ്റാക്കട്ടെ ഗൈസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി, നമ്മുടെ കൈയുടെ ഒരു രുചിയാണ് ഗൈസ്. നമ്മളെ കറി പറ്റി വരുന്നുണ്ട്. നല്ല ഒരു പിടി ചുമന്നുള്ളി ചതച്ചങ്ങിടണം ഗൈസ്. ചതച്ച് തന്നെ ഇടണം. 2-3 വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഇടണം. എന്നിട്ട് നമ്മുടെ ബാക്കി കറിവേപ്പില ഇടണം. ഇത് പറ്റിച്ചതാണ് ഗൈസ്, പറ്റിച്ചെടുത്ത കറിയാണ്. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ, ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കറക്കി ചുറ്റി ഒന്ന് അടച്ചങ്ങ് വെക്കണം. കുറച്ചുകൂടെ സെറ്റാവണം. അപ്പം നല്ല കൊഴുത്ത മീൻകറിയാണ് ഗായ്സ്. വേണ്ട, നല്ല സെറ്റ് കറിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷ് പച്ച മീൻ വേണം. പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം ഗായ്സ്. കണ്ടോ, നല്ല പറ്റിയ നല്ല വെളിച്ചെണ്ണയുടെ മണം വരുന്ന കണ്ടോ ഗായ്സ്. നല്ല പറ്റിയ കറിയാണ്, കട്ടിക്കറിയാണ്, തിക്ക് ഗ്രേവി. അതിനുള്ള ഞാൻ മുളക് പൊടി തോന്നിയിട്ട് ഇവിടെ മല്ലിപ്പൊടി ഇടത്തില്ല ഗൈസ്. ഇത് ഈ വെളിച്ചെണ്ണയിലിരുന്ന് ഇങ്ങനെ പറ്റിയെങ്കിരിക്കും. സെറ്റ്. ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ, ശബ്ദം കേൾക്കുന്ന കാണാൻ പറ്റില്ല, കേൾക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഫിഷ് കറി സെറ്റായിട്ടുണ്ട്. അസൽ കറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്യൂട്ടി ദി ബ്യൂട്ടി നമ്മുടെ ഹാവൽസ് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കാണിക്കും. 5-6 ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ഗമയായിരിക്കും ഗൈസ്. അത് കഴിഞ്ഞ് എൻ്റെ ഗമയൊക്കെ തീരും. എനിക്കിഷ്ടമായി. നമ്മൾ അധ്വാനിച്ച കാശിന് നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കുമ്പോൾ എന്നാ സന്തോഷമാണ് ഗൈസില്ലേ. വാവ്. അപ്പോൾ ഞാനേ ഇപ്പോൾ ഓടി വരാം. ഒന്നുകൂടെ മീൻകറി തിളച്ച് നോക്കട്ടെ. മീൻകറിയുടെ അടുത്ത് വന്നു. മീൻകറി സെറ്റായി. നമ്മൾ അടച്ചു വെക്കാൻ പോകുന്നു. കണ്ടോ, സെറ്റ് ചെയ്താൽ ഈ കരണ്ടിയുടെ ചെവിടെ കണ്ടാൽ അറിയാം, നല്ല കട്ടിക്കറിയാണ് മോനെ. വാവ്. കണ്ടോ, തിക്ക് ഗ്രേവിയുടെ. ഇതിനകത്ത് ഇച്ചിരി ചക്കയോ കപ്പയോ
ഒക്കെ അങ്ങോട്ട് വെച്ച് കഴിക്കണം ഗൈസ്. എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ? അപ്പോഴേ ഞാൻ വെക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗൃഹോപകരണങ്ങളൊക്കെ മേടിക്കണം. എനിക്ക് പണ്ടൊരു ക്രൈസായിരുന്നു, പിന്നെ ഞാൻ സ്വർണത്തിലോട്ട് പോയി ഗൈസ്. ഇപ്പം ആയപ്പോൾ സ്വർണം അവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഗൃഹോപകരണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വയസ്സായി വരില്ലേ ഗൈസ്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചുട്ടോ പൊരിച്ചോ ഒക്കെ എടുക്കണമെങ്കിൽ വേവിച്ചോ ഒക്കെ എടുക്കാം. അപ്പോൾ ഗൈസ് ബൈ.